എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവൻ ആ ഡ്രാഗനെ കണ്ട് നീ ആരാണ്, നീ എങ്ങനെ ഇവിടെ എത്തിയും ചോദിക്കും. അതിനാ ഡ്രാഗൺ പറയും, എന്റെ പേര് മൊമന്റോസ്കി എന്നാണ്, ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ടു. ലൂഫിക്ക് ആ പേര് കേൾക്കുമ്പോൾ മുൻപ് എവിടെയോ കേട്ടതുപോലെ തോന്നും. അവൻ കാര്യമായിട്ട് ചിന്തിക്കും, അത് നമ്മുടെ സാമുറായിയുടെ മകന്റെ പേരാണ്. കുറച്ചു നേരം ഇപ്പൊ ക്യാഷ്വലായിട്ട് സംസാരിക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അവൻ ആ ഡ്രാഗനെ അതിൽ വെള്ളം ഊറി ഒന്ന് നോക്കും. അതിനാ ഡ്രാഗൺ അവൻ ദേഷ്യപ്പെട്ടു പറയും, നീ എന്തിനാ ഇങ്ങനെ നോക്കണേ, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ, എന്നെ തിന്നാൻ ശ്രമിച്ചാ ഞാൻ ആദ്യം തിന്നുന്നത് നിന്നെയായിരിക്കും. അതിന് ലൂഫി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അതിന് ചെക്ക് ചെയ്യും. മൊമന്റോസ്കി അവൻ ഈ ഡ്രാഗന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒട്ടിയിരിക്കുന്നുണ്ടാവും ചിന്തിച്ച് അവൻ അതിന്റെ അടിമുടി പരിശോധിക്കും. അതിനാ ഡ്രാഗൺ ആണെങ്കിൽ, നീ ഇത് കണ്ടില്ലേ, ഞാൻ എന്റെ വായിലൂടെ സംസാരിക്കുന്നത്, ഞാൻ ഈ ഡ്രാഗനാണ്, ഡ്രാഗൻ ഞാൻ തന്നെയാണ് മൊമന്റോസ്കി. ലൂഫിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ദിസ് ഈസ് അൺബിലീവബിൾ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഉടനെ മൊമന്റോസ്കി ആണെങ്കിൽ ഇപ്പൊ തളർന്ന് താഴേക്ക് വീഴുകയാണ്. നിനക്ക് എന്തു പറ്റി, നീ ആകെ ടയർഡാണല്ലോ. അതിനത് പറയും, ഒരു സാമുറായി വാര്യർ 10 ദിവസം പട്ടിണി കിടന്നാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലൂഫി ആണെങ്കിൽ ഷോക്കാവും, നീ 10 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ലേ, നീ ടയർഡാണോ, നിനക്ക് വിശക്കുന്നുണ്ടോ. അതിനത് പറയും, അതെ എനിക്ക് വിശക്കുന്നുണ്ട്. അതിരിക്കട്ടെ, നീ ആരാ, നീ ഇപ്പൊ എവിടുന്ന് വന്നു. അതിന് ലൂഫി പറയും, ഞാനാണ് ഫ്യൂച്ചറിലെ പൈററ്റ് കിങ്, സാക്ഷാൽ സ്ട്രോ ഹാറ്റ് പൈററ്റ്. മൊമന്റോസ്കി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും, നീ പൈററ്റ് ആണോ. സാധാരണ പൈററ്റുകൾ ഭയങ്കര ജയന്റ് ആയിരിക്കില്ലേ, അവർക്ക് ഭയങ്കര ബോഡിയും പവറും ഒക്കെ ഉണ്ടാവും, നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതിന് ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ തിരിഞ്ഞു നിൽക്കും. മൊമന്റോസ്കി ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, ഓക്കെ, നീ എങ്ങനെ ഇവിടേക്ക് വന്നു. എന്റെ അറിവില് ഇവിടെ ആകെപ്പാടെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ആക്ച്വലി എന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ആ കുട്ടികളോട് ഞാൻ അല്പം കൂടെ നന്നായിട്ട് പെരുമാറുകയായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ കുഞ്ഞുങ്ങളാണെങ്കിൽ അവന് കഴിക്കാൻ ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതിനവൻ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരു സാമുറായി ആണ്, ഇതുപോലുള്ള ലോക്കൽ ഫുഡൊന്നും നിങ്ങളെപ്പോലുള്ള ലോക്കൽസിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി കഴിക്കില്ല. ആ കുഞ്ഞുങ്ങൾ അവനോട് കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോ അവൻ അവരെ എല്ലാവരെയും ആട്ടി ഓടിച്ചു. അതിനുശേഷമാണ് ഈ ഐലാൻഡിലേക്ക് വന്ന് അവൻ ആദ്യമായിട്ട് ബിസ്ക്കറ്റ് റൂമിലേക്ക് കടന്നു വന്നത്. അവിടെ ഒരുപാട് കുട്ടികൾ അവർക്ക് മുൻപേ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് സീസറിനെയും അവൻ കാണുന്നത്. ചില കുട്ടികളെ എക്സ്പെരിമെന്റിലൂടെ കടത്തിവിട്ട് സീസറും അവന്റെ ആളുകളും ചേർന്ന് ജയന്റാക്കി മാറ്റി കഴിഞ്ഞിരുന്നു. ഞങ്ങളെ എല്ലാവരെയും എക്സ്പെരിമെന്റിന് ഉപയോഗിക്കാനാണ് അവിടേക്ക് എത്തിച്ചത്. സീസർ ആണെങ്കിൽ ആ കുഞ്ഞുങ്ങളോടെല്ലാവരോടും വളരെ സ്നേഹത്തിൽ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അവന്റെ ടെസ്റ്റ് സബ്ജക്ട്സ് ആക്കിയിട്ട് അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്തു. പക്ഷെ മൊമന്റോസ്കി അവൻ മാത്രം ഭക്ഷണവും ക്യാൻഡിയും വെള്ളവും ഒന്നും കുടിക്കാതെ ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കി. കട്ട് ചെയ്ത ഒരു ദിവസം ആ കുട്ടികൾക്കിടയിൽ ഇപ്പൊ ഒരു കുട്ടിയെ കാണാനില്ല. ആ വില്ലന്മാരെല്ലാവരും ഓരോ ഭാഗത്ത് ഓടി നടക്കുകയാണ്. അതായത് മറ്റാരെയോ അല്ല, നമ്മുടെ മൊമന്റോസ്കി. അവനാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴി എത്താൻ പറ്റുമെന്ന് അറിയാനായിട്ട് അലഞ്ഞു നടക്കുകയാണ്. അവൻ ഒരുപാട് ദിവസമായി ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വളരെ ടയേർഡാണ്. അവനാണെങ്കിൽ ഒരു റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് വരും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ഫ്രൂട്ട് കാണുകയാണ്. വിശന്ന് തളർന്നിരുന്ന മൊമന്റോസ്കി അവൻ ഓടിപ്പോയി ആ ഫ്രൂട്ട് എടുത്ത് കടിച്ചു പറിച്ചു തിന്നും. അത് ആക്ച്വലി ഒരു ഡെവിൾ ഫ്രൂട്ടാണ്. അവന്റെ തൊട്ട് പിന്നിൽ നിന്നായിട്ട് ആരോ അവനെ വിളിക്കുന്ന ശബ്ദം കേൾക്കും. അതൊരു കുഞ്ഞിപ്പെണ്ണാണ്. അവളിപ്പോ അവന്റെ അടുത്തൊന്ന് സംസാരിക്കും. നീ എന്തിനാ ഇവിടേക്ക് വന്നേ, ഇവിടേക്ക് ആരും വരാൻ പാടില്ല, ഇതൊരു സീക്രട്ട് റൂമാണ്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ, നമ്മൾ രണ്ടുപേരും ഒരേ കപ്പലിൽ ഒന്നിച്ചാണ് ഇവിടേക്ക് ട്രാവൽ ചെയ്ത് വന്നത്. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അസുഖമുള്ളവരാണ്, നിനക്കും എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലം കാണും. ഇവന്റ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് തിരികെ പോവാം. സോ നീയും ബിസ്ക്കറ്റ് റൂമിലേക്ക് വന്ന് എല്ലാവരുടെയും കൂടെ നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കെ. അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോ ഇപ്പൊ ആ മഞ്ഞ വില്ലന്മാര് അവരവിടേക്ക് ഓടിക്കയറി വരികയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവനെ വിളിച്ചോടും. പക്ഷെ അവൻ തളർന്ന് താഴേക്ക് വീഴുകയാണ്. അവളൊരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കും. ഉടനെ ആ വില്ലന്മാര് അവര് ഡോർ തുറന്ന് മൊമന്റോസ്കിയുടെ അടുത്തേക്ക് വരികയാണ്. മൊമന്റോസ്കിയുടെ ബോഡി ഇപ്പൊ പതിയെ തിളങ്ങാനായിട്ട് തുടങ്ങും. മൊമന്റോസ്കി ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഒരു ഡ്രാഗനായി മാറി അവിടുന്ന് പുറത്തേക്ക് പോവാണ്. വില്ലന്മാരും ആ കുഞ്ഞിപ്പെണ്ണും ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അവരടുത്തുള്ള ആ ചില്ലിട്ട ബോക്സിലേക്ക് നോക്കും. അവിടെ ആ ഡെവിൾ ഫ്രൂട്ട് കാണാനില്ല. ആക്ച്വലി വേഗ് ഓഫ് പങ്ക് ആണ് മാൻമേഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡെവിൾ ഫ്രൂട്ട് ആണത്. അത് ആക്ച്വലി ഒരു ഫെയിലിയർ എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ നമ്മുടെ മൊമന്റോസ്കി അവന്റെ പുതിയ രൂപം കണ്ട് നിലവിളിച്ച് കരയും. മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ ഫ്ലാഷ് ബാക്ക് മുഴുവൻ ലൂഫിയോട് പറഞ്ഞ് പൊട്ടിക്കരയും. ലൂഫി ആ സ്റ്റോറിയൊക്കെ കേട്ട് അങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. ഈ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും നിനക്ക് പഴയ മൊമന്റോസ്കി ആവാൻ കഴിയും. ഇത് ഡബിൾ ഫ്രൂട്ടിന്റെ പവറാണ്. എന്തെങ്കിലും ഒരു സീക്രട്ട് ഉപയോഗിച്ച് നിനക്ക് നോർമൽ ആവാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനാദ്യം നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഇതിന് മൊമന്റോസ്കി പറയും, ഇവിടെ വീണ ആ സമയം മുതൽ പുറത്തേക്ക് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്, എങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ല,
എക്സിറ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടുന്ന് പുറത്തെത്തി ആദ്യം എനിക്ക് ആ കുഞ്ഞുങ്ങളെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ട്. മൊമന്റോസ്കി ആണെങ്കിൽ ഓൾറെഡി ആ സീസറിന്റെ പ്ലാൻ അത് മുഴുവൻ മനസ്സിലാക്കിയതാണ്. 5 വർഷങ്ങൾക്ക് മാത്രമേ ആ ടെസ്റ്റ് സബ്ജക്ട്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇനി ജീവിക്കാനായിട്ട് പറ്റൂ. സോ ഇനിയും കുട്ടികളെ വേണമെന്ന് അവൻ അസിസ്റ്റന്റ് പെണ്ണിനോട് പറയുന്നത് ഓൾറെഡി മൊമന്റോസ്കി കേട്ടതാണ്. ഞാനും എന്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും കരുതിയത് ആ സീസർ അവൻ നല്ലവനാണെന്നാണ്. ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അവിടേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെന്നാണ് അവൻ ഞങ്ങളെ എല്ലാവരെയും ധരിപ്പിച്ചത്. പക്ഷെ ഇത്രയും വലിയൊരു ചതി അതാണ് അവൻ ഞങ്ങളോട് ചെയ്യുന്നതെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവൻ കുഞ്ഞുങ്ങളെ അവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അവർ മരിക്കുകയാണെന്ന് അവർ പോലും അറിയുന്നില്ല. ഒരു സാമുറായി എനിക്ക് ഇത് നോക്കി നിൽക്കാനാവില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ ജീവിതം അത് ബലി കഴിച്ചിട്ടാണെങ്കിലും എനിക്ക് ആ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. ഈ സത്യങ്ങളെല്ലാം ആ കുഞ്ഞുങ്ങളെ അറിയിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ അപ്പോഴേക്കും ഞാൻ കാല് വഴുതി ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വീണു. ആ മഞ്ഞ വില്ലന്മാര് എന്നെ ഈ കുപ്പത്തട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. അന്നു മുതൽ ഈ നിമിഷം വരെ എന്റെ ജീവിതം അത് ഈ കുപ്പത്തട്ടിയിൽ കിടക്കുകയാണ്. എനിക്ക് എത്രയും വേഗം ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. അവൻ പറയുന്നതൊക്കെ കേട്ട് ലൂഫി ആണെങ്കിൽ വമ്പ കലിപ്പില് പല്ല് കട്ടിക്കും. ഉറപ്പായാലും സീസർ നിന്നെ ഞാൻ വെറുതെ വിടില്ല. മൊമന്റോസ്കി നീ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്ത് അങ്ങനെ പിടിക്കേ. നിന്നെ ഞാൻ മുകളിലെത്തിക്കാം. മാത്രമല്ല നിന്റെ ഫ്രണ്ട്സ് ആ കുഞ്ഞു മക്കള് അവർക്ക് വേണ്ടിയാണ് എന്റെ ഫ്രണ്ട്സ് അവര് കഷ്ടപ്പെടുന്നത്. എന്റെ ഫ്രണ്ട്സ് ഭയങ്കര പവർഫുൾ ആണ്. തീർച്ചയായിട്ടും അവരെ എല്ലാവരെയും രക്ഷിക്കുന്നു പറഞ്ഞ് ഇപ്പൊ ലൂഫി തിരിഞ്ഞു നോക്കും. പാവം നമ്മുടെ മൊമന്റോസ്കി അവൻ തളർന്ന് വീണ് കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഓടി വന്ന് മൊമന്റോസ്കിയെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തുപറ്റി മൊമന്റോസ്കി? കണ്ണു തുറക്ക്. അൺകോൺഷ്യസ് ആയ മൊമന്റോസ്കി അവൻ എന്തോ ഒരു സ്വപ്നം കണ്ട് ഇപ്പോ ചാടി എഴുന്നേക്കും. അതിനുശേഷം ഇതുപോലെ എന്തോ ഒന്ന് അന്തരീക്ഷത്തിൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ചവിട്ടി അവനിപ്പോ മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ ലൂഫി അവൻ ചാടി ഇപ്പൊ അവന്റെ മുതുകത്ത് കയറുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ബി റൂമിലെ ആ എക്സാമിനേഷൻ ഡിവിഷൻ കാണിക്കും. അവിടെയാണ് ബ്രൂക്കും ടോപ്പും ആ സാമുറായി ഉള്ളത്. അവര് 3 പേരും പോയിസൺ ഗ്യാസ് കണ്ട് ഉഷാറായിട്ട് ഓടുകയാണ്. സാമുറായുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും മൊമന്റോസ്കിയെ കണ്ടുപിടിക്കുക എന്നതാണ്. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ സോൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും റോബിൻ പറഞ്ഞതുപോലെ ഒരു ഹാൻഡ് കഫ് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഡേ റൂം കാണിക്കും. അവിടെയാണെങ്കിൽ സ്മോക്കറും ബർഗോയും അവരാണെങ്കിൽ ഒരുപാട് സമയമായി നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബർഗോയും സ്മോക്കറും അവർ രണ്ടുപേരും ആ ഹോക്കി പവർ ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുക. ഇവിടെ ട്രഫാർഗർ ആണെങ്കിൽ അവരുടെ ഫൈറ്റ് അത് കണ്ണുമ വെട്ടാതെ നോക്കി നിൽക്കും. ട്രഫാർഗർലോയ്ക്ക് സ്മോക്കറിന്റെ പ്ലാൻ പിടികിട്ടും. ഇവിടെ സ്മോക്കറിന് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. വെർഗോയുടെ അത്രയും പവറിൽ അവനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വെർഗോയും സ്മോക്കറും ഇപ്പൊ നിർത്താതെ ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ ഒടുവിൽ സ്മോക്കർ അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് വെർഗോയെ അടിച്ച് താഴെയിടും. ചോര തുളുമ്പി വെർഗോ തെറിച്ച് വീഴുകയാണ്. ഓ, നിനക്ക് നിന്റെ സോൾജിയേഴ്സിന്റെ ഇവൻ നഷ്ടമായതറിഞ്ഞ് ഇത്രയും ഫീലിങ്സ് ഒക്കെ ഉണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ ശരിക്കും മണ്ടന്മാരാണ്. നോ യൂസ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ G5 സോൾജിയേഴ്സിനെ സാഞ്ചയെ കാണിക്കും. അവരുടെ തൊട്ടു പിന്നാലെ ആ പോയിസൺ ഗ്യാസ് വരികയാണ്. ഇത്ര സ്പീഡ് പോരാന്ന് പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ എല്ലാവരുടെയും ബട്ടക്സിൽ ആഞ്ഞു തൊഴിക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണിന്റെ പിന്നാലെ ആ കുട്ടികൾ എല്ലാവരും ക്യാൻഡിക്ക് വേണ്ടി ഓടുകയാണ്. ചോപ്പർ ആണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിനോട് നിലവിളിച്ച് പറയും, ഈ ഒരു കാരണവശാൽ നിൽക്കാനായിട്ട് പാടില്ല, സ്പീഡിലോട്, ആ ക്യാൻഡി അത് അവരുടെ കയ്യിൽ കിട്ടരുത്. റോബിനാണെങ്കിൽ വീണ്ടും അവളുടെ കൈ ഉപയോഗിച്ച് ആ കുഞ്ഞുങ്ങളെ തടയാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ മോണറ്റ് അവിടെ ഒരു സ്ക്വാഡ് ഇപ്പോ റോബിന്റെ പുറകിൽ കുത്തിയിറക്കും. അത് കണ്ട് സോറോ ചാടി വീണ് മോണറ്റിനെ അവളെ വെട്ടിത്തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.